ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇന്ന് മറ്റൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ പാസ്തയാണ് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് പാസ്ത ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാത്തിനും സഹായിയായിട്ട് നമുക്ക് യൂട്യൂബ് ഉള്ള കാരണം ഞാൻ അപ്പോൾ അത് നോക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ കണ്ടു, അതിൽ ഏറ്റവും എളുപ്പമുള്ളത് നോക്കി. സത്യത്തിൽ നോക്കി വന്നപ്പോൾ നമ്മുടെ മാഗി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഒന്നുമില്ല, ആദ്യം വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു പാക്കറ്റ് മുഴുവൻ എടുത്തിട്ടില്ല, പകുതിയേ എടുത്തിട്ടുള്ളൂ. കാരണം മുഴുവൻ എടുത്ത് വേസ്റ്റ് ആയെങ്കിലോ എന്ന് ഓർത്ത്, കാരണം ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അത് വെന്ത് വരുമ്പോഴത്തേനും തക്കാളി, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയുമാണ് വേണ്ടത്. ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അത്രയും ഇൻഗ്രീഡിയൻസ് വേണം. ചീൻചട്ടി വെച്ചു, എണ്ണ ചൂടായി വന്നപ്പോഴത്തേന് നമ്മൾ ഇത്രയും കൂട്ടങ്ങൾ ഇട്ട് കൊടുക്കുക. സവോള, ഇഞ്ചിയും വെളുത്തുള്ളി, അങ്ങനെ അത് നല്ലപോലെ വഴന്ന് വന്ന ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഏകദേശം മാഗിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. പിന്നെ മാഗിയുടെ മസാല മാത്രമില്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് കാണിച്ചപ്പം മറ്റേ മസാലയൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കെച്ചപ്പ് യൂസ് ചെയ്യണം. നമുക്കിപ്പോൾ കെച്ചപ്പൊന്നും ഇല്ലാത്ത കാരണം തട്ടിക്കൂട്ടി അങ്ങ് ചെയ്തു. അപ്പം എല്ലാം വഴറ്റിയ ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കെച്ചപ്പിന് എനിക്ക് മസാലയ്ക്ക് പകരമായിട്ട് ഞാനിവിടെ മീറ്റ് മസാല യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മസാലയുടെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പം യൂട്യൂബ് നോക്കി ഏകദേശം അറിയാവുന്ന പോലെയൊക്കെ ചെയ്തു. ഇനി കഴിച്ച് നോക്കിയാലേ നല്ലതാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്ത് നോക്കി. അപ്പം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പാസ്തയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.